കാലത്തിൻ്റെ അനുസരിച്ചുള്ള ആ ടൈമിലുള്ള വേഷത്തെക്കുറിച്ച് പറയും. തണുപ്പ് ഏറ്റവും കൂടുതൽ വരുന്നത് ജാനുവരിയിലും ഫെബ്രുവരിയിലുമായിട്ടാണ്. ചിലപ്പോൾ സ്നോ വീഴാറുണ്ട്. പിന്നെ സമ്മർ ടൈമിൽ കൂടിയ ചൂടുണ്ടാകുന്നത് എല്ലായിടത്തും ഒരുപോലെയില്ല. കാരണം സീ ലെവലിൽ നിന്നും 500-550 മീറ്റർ ഉയരത്തിലാണ് ജെറുസലേം ബേത്ലഹേമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ കഠിനമായ ചൂടുണ്ടാകാറില്ല. എങ്കിലും സീ ലെവലിൽ നിന്ന് താഴെയുള്ള ജെറീക്കോ, ഖാൻ, നസ്രത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ചൂട് വരും. അപ്പോൾ അതിന് തക്കവണ്ണം എല്ലാവരോടും പറഞ്ഞ് അതിന് അവരെ മനസ്സിന് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. യാത്രാനുഭവങ്ങൾ തനിക്ക് നൽകുന്ന സംതൃപ്തിയെക്കാളും കൂടെ യാത്ര ചെയ്യുന്നവർ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഫാദർ ഇനിയും കൂടുതൽ പേർക്ക് ഈ സഞ്ചാര സായുജ്യം പകരുമെന്ന നിഷ്കർഷയിലാണ്. പുണ്യനഗരങ്ങൾ കണ്ടവർ നൽകുന്ന അനുഭവ പാഠം മറ്റുള്ളവർക്കു കൂടി പ്രചോദനമാകുന്നു. ഒരു നല്ല അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ ജനനസ്ഥലം, പിന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നസ്രത്ത്, കാന, പിന്നെ യേശുവിൻ്റെ ജനനം തൊട്ട് മരണം വരെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ട് കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ കബറിടവും എല്ലാം കണ്ട് വന്നിക്കുവാൻ ഏറ്റവും വലിയ അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് തന്നെ അത്ഭുതപ്പെടുത്തി. ശരിക്കും ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഹോളി പ്ലേസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന സ്ഥലമാണ്. ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും കൂട്ടി വായിക്കുന്ന ഒരു അനുഭവം കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം വളരെ വലുതാണ്. പിന്നെ ഡെഡ് സീയിൽ ഒരു കുളിയും കൂടി, അതൊരു ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഡെഡ് സീ. ശരിക്കും അതൊരു ഹിസ്റ്റോറിക്കായിട്ടേ നമ്മൾ കേട്ടിട്ടുള്ളെങ്കിലും നമ്മൾ അതൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അനുഭവമാണത്. പ്രായാധിക്യമുള്ള 80-85 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ ഓടി നടക്കുന്ന ചുറിയൂർ കൂടെ ഓടി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അവർക്ക് എല്ലാവരും ഒരു തിരിച്ചു വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇനിയും പോകണം, ഇനിയും കൂടെ പോകണം എന്ന് പറയും. അപ്പോൾ ഒരു ഏറ്റവും വലിയൊരു അനുഭവമാണ്. ഒരു സ്ഥലത്ത് പല പല തവണയായി യാത്ര ചെയ്യുന്നു. യാത്രയിലുള്ള ആവർത്തന വിരസത അങ്ങേക്കുണ്ടാകാറില്ലേ? ഒരിക്കലും ഈ പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ എത്ര പ്രാവശ്യം പോയി എന്നുള്ളതല്ല, എത്ര പ്രാവശ്യം പോകാം എന്നുള്ളതാണ് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്. അപ്പോൾ അവർ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമാക്കി ഈ യാത്ര എടുക്കുന്നതുകൊണ്ട് ഒരിക്കലും മടുപ്പ് തോന്നില്ല. ഇതുവരെ നിരവധി യാത്രകൾ അങ്ങ് നടത്തിയിരിക്കുന്നു. ഇതൊരു ഈശ്വര നിയോഗമായിട്ടാണോ അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് പ്രസംഗിക്കാനും ചിലർക്ക് പാടാനും അങ്ങനെയുള്ള കഴിവുകളും, അങ്ങനെയുള്ള ആ കഴിവിൽ ഒരു കഴിവായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് പ്രസംഗത്തേക്കാൾ ഉപരി പ്രവൃത്തിയിൽ ആളുകളെ കൊണ്ടുപോകുക, ഈ ഒരു പ്രത്യേക അനുഭവം അവർക്ക് പങ്കിട്ട് കൊടുക്കുക എന്നുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ യാത്ര ഒരു അനുഗ്രഹമായി തന്നെ കരുതുന്നു. അതെ, ഇനിയും കൂടുതൽ പേർക്ക് സാഗരങ്ങൾക്കപ്പുറമുള്ള പുണ്യക്കാഴ്ചകൾ പകരുവാനുള്ള നിയോഗത്തിലാണ് ഫാദർ സ്ലീബ. ഈ അഭിമുഖം കഴിഞ്ഞയുടൻ ഫാദർ തയ്യാറെടുക്കുന്നതും അടുത്ത യാത്രയ്ക്കുള്ള പുറപ്പാടിനാണ്. കർത്താവിൻ്റെ ശിഷ്യത്വം മറ്റൊരു തരത്തിൽ പ്രയോജനപ്പെടുത്തി അത് സാധാരണക്കാരെ രക്ഷകന്റെ വഴിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനുള്ള തയ്യാറെടുപ്പോടെ